ഒന്ന് മാമാൻ്റെ കൂടെ ഫോൺ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെഗിളി പിടിച്ച് ഞങ്ങൾ ഈ വെയിലത്ത് വന്നതാണ് കേട്ടോ. എൻ്റെ പൊന്നോ, നിൽക്കാനിരിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രക്കും വെയിലായിരുന്നു കേട്ടോ. ഇവിടെ എ സി ഉള്ള ഭാഗ്യമില്ലെങ്കിൽ ഞാൻ ചത്തുപോയേനെ. പിന്നെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മനസ്സുഖം കിട്ടിയിട്ടാ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി വെക്കുമ്പോൾ നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സുഖമായിട്ട് ഞങ്ങൾ അവിടെ സ്പോഞ്ച് പോലത്തെ സോഫയിലിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ മേശയും കസേരയും കാണുന്നത് കേട്ടോ. അങ്ങനെ നല്ല നീളമുള്ള കസേരയായിരുന്നു കേട്ടോ. ഉണ്ണിക്ക് ബോറടിച്ചിട്ട് ഉണ്ണി ദേരാപാര നടക്കുകയായിരുന്നു കേട്ടോ അവിടെ വരെ. പിന്നെ ഡോറൊക്കെ തുറക്കാൻ കുറേ ശ്രമിച്ചു, പാവം തുറക്കാൻ കിട്ടണ്ടേ. പിന്നെ ഫോണൊക്കെ റെഡിയാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഒരു പാലം കിടക്കണം. എനിക്ക് നല്ല പേടിയാണ് ഈ പാലത്തിൽ കൂടെ പോകാൻ. ഒരു വണ്ടിക്ക് പോകാനുള്ള മാത്രം സ്ഥലമുള്ളൂ. അപ്പത്തിന് ഞങ്ങൾ വീണ്ടും പെട്ടിട്ടാ. അങ്ങനെ വേറെ വണ്ടി അവിടെ കൂടെ വന്നു. അപ്പം ഞങ്ങൾ ആകെ പെട്ടു. അങ്ങനെയൊക്കെ ഞങ്ങൾ പാലം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പം ഞങ്ങൾക്കൊരു കൊറിയർ അൺബോക്സ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആകാംക്ഷയിൽ എൻ്റെ ഞാനും ഉമ്മ അങ്ങനെ നേരെ അൺബോക്സ് ചെയ്തു. ഒരു വാച്ച് ചെയ്യുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വാച്ച്. എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു അടിപൊളി ടീഷർട്ടാണ് കേട്ടോ. അത് എന്ന് വെച്ചാൽ ഞെട്ടിപ്പോകും, അത്രക്കും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. നല്ല ബ്ലൂ ഷർട്ടും പിന്നെ വൈറ്റ് വരവരൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സാധനം. അങ്ങനെ ഞാനത് പൊളിച്ച് നോക്കി. നല്ല ധൃതി ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മാക്ക്. അങ്ങനെ ഞങ്ങൾ തുറന്നു നോക്കി. ഇതാണ് അതിൻ്റെ അവസ്ഥ. അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വെള്ളപ്പം മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് വെകിളി പിടിച്ചിട്ട് വേഗം കഴിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.